Hey guys, Assalamualaikum. Welcome back to my channel. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ മൈ ലൈഫ് ചെയ്യുന്നത്. എൻ്റെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഗൈസ്. സോ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 മണിക്ക് അങ്ങനെയാണ് കേട്ടോ. രാവിലെ ഒരു 8 മണിക്ക് അങ്ങനെയാണ് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പോൾ ഒരു 7 മണിക്ക് അങ്ങനെ എണീക്കും. എന്നിട്ട് ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ആക്കിയിട്ട് ടേബിളിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കിടക്കും, അല്ലെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ നാട്ടിൽ വിളിക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിന്. കാരണം ടി വി ചാനലൊക്കെ കട്ടായിട്ടുള്ളത് 2 ദിവസം മഴയെല്ലാം പെയ്തിട്ട് സിഗ്നലെല്ലാം ഫുള്ള് പോയിട്ടാണുള്ളത്. അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കടന്ന് എന്നിട്ട് പിന്നെ ഒരു 9:30-10 മണി ആ സമയത്ത് എണീക്കും. പിന്നെ മോനും ആ സമയത്ത് തന്നെയാണ് കേട്ടോ എണീക്കാൻ. അങ്ങനെ ഇതാ ഓനെ ഒന്ന് ബ്രഷെല്ലാം ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നേരെ കിച്ചണിൽ കയറി. ഞാൻ സാധാരണ അവൻ എണീച്ച് അവൻ്റെ കൂടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ. അപ്പോൾ ഇത് പാലോടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാൻ ഇവിടെ നിന്ന് ബൂസ്റ്റാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ രാവിലെ കട്ടൻ ചായയാണ് കുടിക്കൽ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ബൂസ്റ്റ്, കോഫി അങ്ങനത്തെ എല്ലാം കുടിക്കലുണ്ട്. ഇന്ന് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോളും താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ചായ ഒന്നും കുടിക്കില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ബൂസ്റ്റ് തന്നെ ആക്കി. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും ചട്നിയും ആക്കിയത്. ചട്നി ഞാൻ രാവിലെ എണീച്ച സമയത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പോൾ ഇനി ദോശ ചൂടലാണ്. ദോശൻ്റെ ബാറ്റർ ഞാൻ തലേന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ അധികം ബാറ്റർ വാങ്ങിയിട്ട് തന്നെ ഉണ്ടാക്കൽ. ഉഴുന്ന് പുതർത്തിയിട്ടെല്ലാം ആക്കൽ കുറവാട്ടോ. ഇടയ്ക്ക് ആക്കലുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു പെർഫെക്ഷൻ ചിലപ്പം കിട്ടലില്ല. എപ്പോൾ എന്താ പറയുക, ഫ്ലോപ്പായി പോവും. ഒരു ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടലില്ല. അതുകൊണ്ട് പിന്നെ അധികം ഞാൻ ബാറ്റർ വാങ്ങിയിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചട്നിയും, പിന്നെ മസാല ദോശ. പിന്നെ മോനിക്കും ഇഷ്ടമാണ് കേട്ടോ. അവനക്കും ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ദോശയെല്ലാം ചുട്ട് പിന്നെ ബാക്കി വരുന്ന മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനി നമുക്ക് ഇത് കഴിക്കാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഇതാ ഉറങ്ങിയണിച്ചിട്ട് ബെഡ്ഷീറ്റൊന്നും മര്യാദക്ക് പിരിച്ചിട്ടില്ല. ഫുൾ അലങ്കോറായിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ ബെഡ്ഷീറ്റിലൊന്ന് മര്യാദക്ക് പിരിക്കണം. പിന്നെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കലാണ്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച സമയത്ത് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിന്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടലാണ്. ഇപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞുകൊണ്ട് കുറച്ച് അധികം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ വേണ്ടി. ഡെയിലി തിരുമ്പാനുണ്ടാവും. സാധാ ടൈം ആണെങ്കിൽ ഞാൻ ഈ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമാണ് തിരുമ്പൽ. ഇപ്പോൾ പിന്നെ 2 ദിവസം മഴയെല്ലാം പെയ്തുകൊണ്ട് ആ സമയത്തൊന്നും തിരുമ്പാനിട്ടിക്കില്ല. കാരണം ഉണങ്ങാനെല്ലാം ഭയങ്കര ടൈം എടുക്കും. അങ്ങനെ ആറിയിടലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ മോൻ്റെ ടോയ്സൊക്കെ ഫുള്ള് വലിച്ചു വാരിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കലാണ്. അങ്ങനെ മോൻ്റെ ടോയ്സ് എല്ലാം ബോക്സിലാക്കി സൈഡാക്കി വെച്ച് ഇനിയിപ്പോൾ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി തുടക്കാനുണ്ട്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഇട്ടോ ആക്കിയത്. അതിനൊന്നും ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയെല്ലാം അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി. സാധാരണ ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഫുഡെല്ലാം ആവുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വരും ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് നമ്മൾ ഒപ്പരാണ് ഫുഡ് കഴിക്കൽ. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും മോനും വേഗം കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒപ്പരാണ് കഴിക്കൽ. ഇന്നാണെങ്കിൽ ഹസ്ബൻഡും ലേറ്റ് ആയിന്, 4 മണിയൊക്കെ കഴിഞ്ഞ് വരാൻ. പിന്നെ അതുവരെ വെയിറ്റ് ചെയ്തിട്ടില്ല. മോനിക്കെല്ലാം വിശക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്.
പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഹസ്ബൻഡ് വന്നത്. അങ്ങനെ ഹസ്ബൻഡ് ഫുഡ് എടുത്ത് കൊടുത്ത് പിന്നെ അതിന് ശേഷം പാത്രമെല്ലാം കഴുകി വെച്ച് മാഷെല്ലാം ഒന്ന് തുടച്ച് അങ്ങനെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഷർട്ടൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് വെക്കാൻ. സാധാരണ ഞാൻ രാവിലെയാണ് ഇസ്തിരി ഇടൽ, പിന്നെ സമയം കിട്ടുമ്പോൾ ഒരു മൂഡ് പോലെയല്ലോ കുറച്ചധികം ഷർട്ടൊക്കെ ഇസ്തിരി ഇട്ട് വെക്കും. പിന്നെ ഒരു വൈകുന്നേരം എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മൈലാഞ്ചി ഇടാൻ. അങ്ങനെ അവൾക്ക് മൈലാഞ്ചിയിൽ ഇട്ട് കൊടുത്ത് അവളിങ്ങനെ അടുക്ക് വരും മൈലാഞ്ചി ഇടാൻ വേണ്ടിയല്ലോ. പിന്നെ മൈലാഞ്ചിയിൽ ഇട്ടതിന് ശേഷം നമ്മളൊരു 5:30 മണിയെല്ലാവരും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, പുറത്ത് മീൻസ് ഫ്ലാറ്റിൻ്റെ പുറത്ത്. അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ മെഹന്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. സോ ഇതാണ് ഞാൻ ഇട്ട മെഹന്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ മെഹന്തിൻ്റെ ഒരു പേജ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയം എല്ലാവരും നമ്മൾ അകത്തേക്ക് കയറി. പിന്നെ അതിനടുത്ത് കുറച്ച് ബോൺലെസ് പീസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ച് ലോഡ് ഫ്രൈസ് ആക്കാൻ. അങ്ങനെ ലോഡ് ഫ്രൈസിലാക്കി നമ്മൾ കഴിച്ച്. ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഈവനിങ് ചായ വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ അവളും കുടിക്കില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ചായ ഒന്നും ആക്കിയില്ല. നമ്മൾ ലോഡ് ഫ്രൈസ് മാത്രം കഴിച്ച് പിന്നെ അതിന് ശേഷം മഗ്‌രിബ് നിസ്കരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ട്രെൻഡോൾ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് വാങ്ങിയ 2 പ്രോഡക്റ്റ് ആട്ടോ. ഒരു അബായ ടൈപ്പ് വരുന്ന ഗൗണും പിന്നെ ഒരു ബാഗാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഈ ഒരു ആപ്പ് ഒമാനിൽ മാത്രമല്ല UAE-യിലും ഖത്തറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു, പറ്റിപ്പോവോ ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടി നോക്കുമ്പോൾ സാധനം അടിപൊളിയായിരുന്നു, നല്ല ക്വാളിറ്റിയും കാര്യമുള്ള മെറ്റീരിയലിനും. ആ നമ്മൾ ഫോട്ടോ കണ്ട അതേ സെയിം സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ എന്താ പറയുക പിക്കും പിന്നെ ഡീറ്റെയിൽ പ്രൈസും കാര്യമൊക്കെ ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതാ ഒരു ബാഗും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല സ്ലിംഗ് ടൈപ്പ് വരുന്നൊരു ബാഗായിരുന്നു. അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബാഗ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ഡിന്നറിന് ബീഫ് കറിയും പുട്ടാണ് കേട്ടോ ആക്കിയത്. ബീഫ് കറിൻ്റെ റെസിപ്പിയും പിന്നെ നേരത്തെ ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ വേറെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ബിരിയാണി കേട്ടോ കഴിച്ചത്, കാരണം ഞാൻ ബീഫ് അങ്ങനെ കൂട്ടില്ല, അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി ബാക്കിയുള്ളതുകൊണ്ട് ബിരിയാണി കഴിച്ച്. പിന്നെ മോൻക്കും ബിരിയാണിയാണ് കേട്ടോ കൊടുത്തത്, കാരണം ബീഫ് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് അവൻ കഴിക്കുന്നില്ല. ബീഫ് അവനക്ക് ഇഷ്ടമാണ്, പക്ഷേ ബീഫ് കറി കുറച്ച് സ്പൈസി ആയിരുന്നു, അതുകൊണ്ട് പിന്നെ അവനക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഓനിക്ക് ചിക്കൻ ബിരിയാണി തന്നെ കൊടുത്ത്. അവൻ പൊതുവേ ഈ സ്പൈസി ഫുഡ് കഴിക്കൽ കുറവാട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെച്ച്. പിന്നെ മടക്കി വെച്ചാൽ അൽമാറയിൽ എടുത്തു വെച്ചു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ തന്നെ ഒരു 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വ്ളോഗ്സും കുക്കിംഗ് റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.